നമസ്കാരം, കേരള ന്യൂസിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യുന്ന വിഷയം മുന്നണി രാഷ്ട്രീയത്തിൽ ഏതെങ്കിലും ഘടകകക്ഷികൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാൻ ഉള്ള സാധ്യതകളുണ്ടോ എന്നതിനെ സംബന്ധിച്ചാണ്. ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് സ്വതന്ത്ര മാധ്യമ പ്രവർത്തകനായിട്ടുള്ള VKR മോഹൻ നമ്മളോടൊപ്പം ഉണ്ട്. അദ്ദേഹവുമായിട്ട് സംസാരിക്കാം. ഞാൻ ഈ പറയുന്ന വിഷയം സാർ കേട്ടല്ലോ, അതിനകത്ത് UDF-നും LDF-നും ഉള്ള ഘടകകക്ഷികൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചാഞ്ചാട്ടം നടത്തി ആരാണോ ഭരണത്തിലേക്ക് വരാൻ പോകുന്നത് എന്ന് ഉദ്ദേശിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനുള്ള സാധ്യതകളൊക്കെ കാണുന്നുണ്ടോ? കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി കേരളത്തിൻ്റെ മുന്നണി രാഷ്ട്രീയത്തിൽ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ല. ഇടതുപക്ഷ മുന്നണിയോടൊപ്പം നിൽക്കുന്ന കക്ഷികൾ അവിടെയും UDF-നോടൊപ്പം നിൽക്കുന്നവർ കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്ന ഒരു പാറ്റേൺ അങ്ങ് തുടർന്നു പോവുകയാണ്. പക്ഷേ ഈ പാറ്റേൺ ഇനിയും തുടർന്നാലുള്ള അപകടം CPM തിരിച്ചറിഞ്ഞിരിക്കുന്നു. CPM-ൻ്റെ കൂടെ ഇപ്പോൾ കേരളത്തിൽ ഇന്ന് രാഷ്ട്രീയ കക്ഷികളെടുത്താൽ എത്ര രാഷ്ട്രീയ കക്ഷികളുണ്ട്, ജനങ്ങൾ സ്വാധീനമുള്ള എത്ര രാഷ്ട്രീയ കക്ഷികളുണ്ട് എന്ന് ചോദിച്ചാൽ കോൺഗ്രസ്, CPM, മുസ്ലിം ലീഗ്, ഒരു പരിധിവരെ CPI, ഈ 4 കക്ഷികൾക്ക് അപ്പുറത്തേക്ക് ഒറ്റയ്ക്ക് നിന്നാൽ 2-3 സീറ്റെങ്കിലും ജയിക്കാവുന്ന കക്ഷികൾ പറയില്ല. അപ്പോൾ ഈ 4 കക്ഷികൾ ആണ് ഈ പ്രധാനപ്പെട്ട കക്ഷികളിൽ തമ്മിലുള്ള അലയൻസാണ് കേരളത്തിൻ്റെ ഭൂരിപക്ഷത്തെ നിർണ്ണയിക്കുന്നത്. ഇപ്പോൾ കോൺഗ്രസ് കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ ബലം മുസ്ലിം ലീഗിൻ്റെ 10-20 കൂടുതൽ വരുന്ന സീറ്റുകളാണ്. CPIക്ക് അത്രയും സപ്പോർട്ട് കൊടുക്കാൻ ചിലപ്പോൾ പറ്റണമെന്നില്ല. തൃശ്ശൂർ ജില്ലയിൽ കുറേ സീറ്റ് കിട്ടുന്നുണ്ട്, കൊല്ലത്ത് കിട്ടുന്നുണ്ട്. അത് CPM ഇല്ലെങ്കിൽ ഒന്നുമില്ല. ലീഗിന് അങ്ങനെയല്ല. ഈവൻ വിത്തൗട്ട് കോൺഗ്രസ് ഇല്ലെങ്കിൽ പോലും കുറേ സീറ്റുകൾ ജയിപ്പിച്ചെടുക്കാൻ ലീഗിന് കഴിയും. ഈ ലീഗിനെ എങ്ങനെയെങ്കിലും ഏതെങ്കിലും തരത്തിൽ തങ്ങളോടൊപ്പം കൊണ്ടുവരാനുള്ള നീക്കങ്ങൾ CPM-ന്റെ ഭാഗത്തു നിന്നുണ്ടാകും. ഈ രീതിയിലാണ് ഒരു പൊളിച്ചെഴുത്ത് മുന്നണി സംവിധാനത്തിൽ ഉണ്ടാകണമെന്ന് CPM കാര്യമായിട്ട് ആഗ്രഹിക്കുന്നു, എന്നാൽ കോൺഗ്രസ് ആഗ്രഹിക്കുന്നില്ല. ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ഇപ്പം CPM തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുമ്പോൾ അവർ ഈ നിലയിൽ തന്നെ നിന്നാൽ ജയിക്കും എന്നൊരു ബോധ്യം അവർക്കുണ്ടെങ്കിൽ അവർ വേറെ ആരെയും കൂട്ടുപിടിക്കാൻ നിൽക്കണമെന്നില്ല. പക്ഷേ ഒരു പരീക്ഷണത്തിന് തയ്യാറാകാൻ വയ്യ, അല്ലെങ്കിൽ ഒരു ചലഞ്ച് എടുക്കാൻ കഴിയില്ല. കാരണം അടുത്ത 5 വർഷത്തേക്ക് ഭരണം നമ്മുടെ കയ്യിൽ നിന്ന് പോകുമല്ലോ എന്ന് ഭയപ്പെട്ടാൽ ഒരു പക്ഷേ ഏതെങ്കിലും ഘടകകക്ഷിയെ നടത്തിക്കൊണ്ടുവരാൻ UDF-ൽ നിന്ന് നടത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് മുസ്ലിം ലീഗിനെ കൊണ്ടുവരിക എന്നുള്ളതാണ്. അങ്ങനെ ഒരു സമീപനം നടന്നാൽ ഇതൊരു കേരള കോൺഗ്രസ് ആയി മാറുമോ, മുസ്ലിം ലീഗ് ഒരു കേരള കോൺഗ്രസ് ആയി മാറുമോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. ആ ചോദ്യത്തിന് ലീഗിന്റെ ഭാവി എന്താണ് എന്ന് പറയുന്നതിന് മുമ്പായി ലീഗിനെ കൊണ്ടുവരാൻ പിണറായി വിജയൻ നോക്കുന്നതിന് രാഷ്ട്രീയമായ കാര്യം മാത്രമല്ല, പിണറായി വിജയൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഒരു മന്ത്രിസഭ അല്ലെ മുഖ്യമന്ത്രി ഇവിടെ കേരളത്തിൽ ഉണ്ടാകണമെങ്കിൽ CPI അതിനെ പൂർണ്ണമായി സപ്പോർട്ട് ചെയ്യണമെന്ന് നിർബന്ധമില്ല. CPI അങ്ങനെ എതിര് നിന്നാൽ CPM-ലെ കുറെ ആൾക്കാരും, ഉദാഹരണം പച്ചയ്ക്ക് പറയാം, നമ്മുടെ റിയാസിനെ മുഖ്യമന്ത്രി ആക്കണം. പക്ഷെ അതിനോട് CPI മുഴുവൻ യോജിക്കണം. CPI എതിർത്താൽ CPM-നുള്ളിൽ നിന്നും ആ നീക്കത്തിനെതിരെ വരും. അത് ഇല്ലാതെ ഒരു സംവിധാനം ഉണ്ടാക്കണമെങ്കിൽ CPI-യോടും കൂടെ ബാർഗെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു പൊസിഷനിലേക്ക് പിണറായി വിജയൻ എത്തണമെങ്കിൽ ലീഗ് ഇടതുപക്ഷ മുന്നണിയിൽ വരണം. CPI-ക്ക് പുറത്തു നിന്നുകൊണ്ട് CPM-ന്റെ നിയന്ത്രിക്കുന്നതിൽ അവർക്ക് കാര്യമായ പങ്ക് വഹിക്കാൻ കഴിയുമെന്ന് കരുതുന്നുണ്ടോ? അത് മറ്റൊരു വ്യത്യസ്ത തലത്തിൽ മുസ്ലിം ലീഗിൻ്റെയും CPI-യുടെയും ബന്ധത്തെ അല്ലെങ്കിൽ ശക്തിയെ നമ്മൾ വിലയിരുത്തുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. CPI-യുടെ ശക്തി നിയമസഭയിലെ അംഗബലം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ഭരണകക്ഷികൾ ആയിരിക്കുന്നിടത്തോളം കാലം. ഈ അംഗബലം പല കാര്യങ്ങൾക്ക് അവർക്ക് ഉപയോഗിക്കാം. രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ മസിൽ പിടിക്കാൻ ഉപയോഗിക്കാം, അത് വിട്ടുകൊടുത്തിട്ട് വേറെ സീറ്റുകൾ മേടിക്കാൻ, അങ്ങനെ പല കാര്യങ്ങൾ അവർ നടത്തുന്നു. ഇവർക്ക് നമുക്ക് നയപരമായ ഒരു ഇഷ്യൂവിലല്ല CPI ഉടക്കാൻ പോകുന്നത്. ഇവർക്ക് വ്യക്തിപരമായി കിട്ടേണ്ട സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയാണ് ഇവർ അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് കുഞ്ഞാലിക്കുട്ടി വന്നു കഴിഞ്ഞാൽ തീർച്ചയായും എന്ത് സംഭവിക്കും? അല്ല, കുഞ്ഞാലിക്കുട്ടി ഇടതുപക്ഷ മുന്നണിയിലേക്ക് വന്നാൽ അത് മാർക്സിസ്റ്റ് പാർട്ടിയായിട്ട് ബന്ധപ്പെട്ടാണ് വരുന്നത്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ബാർഗനിങ് പവർ കൂടും. പക്ഷെ മറിച്ച് നമ്മൾ കാണാതെ പോകുന്നൊരു വസ്തുത, കുഞ്ഞാലിക്കുട്ടി ഇടതുപക്ഷത്തേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇടതുപക്ഷത്താരാ ഉള്ളത്? CPI പോവുകയാണെങ്കിൽ CPIക്ക് അതറിയാം. CPI-യുടെ സാന്നിധ്യം മാത്രമേ ഇടതുപക്ഷ മുന്നണി വിളിക്കാൻ മാത്രം മിച്ചം കാണുള്ളൂ. ആ CPI ഇടതുപക്ഷ മുന്നണി പോകുന്നൊരു സാഹചര്യം ഉണ്ടായ കുഞ്ഞാലിക്കുട്ടിയും ജോസ് കെ മാണിയും പിണറായി വിജയനും ചേർന്നുള്ളൊരു മുന്നണി, അതിനെ ഇടതുപക്ഷ മുന്നണി ആരെങ്കിലും വിളിക്കുമോ? പക്ഷേ അത്ര അപകാശരാകും. പുറത്താക്കാൻ ഒക്കെയുള്ള സാഹചര്യം ഒരുക്കിയത് ആ ഒരൊറ്റ പ്രസ്താവനയിലൂടെയാണ്. മാറി ചിന്തിക്കണം, കേരള കോൺഗ്രസ് അല്ലെ പിന്നെ മുസ്ലിം ലീഗിനെ പോലുള്ള ആൾക്കാരെ കൂടെ കൊണ്ടുവരണമെന്നുള്ള രീതിയിലുള്ള ഒരു ആശയം പറഞ്ഞതിന്റെ പേരിലാണ് MV രാഘവൻ CPM-ൽ നിന്ന് പുറത്തായത്. അതെന്ത് പ്രത്യേകത ഇവിടെ ഉണ്ടാക്കി? അതെന്ത് പ്രത്യേകത ഉണ്ടാക്കി എന്നാലോചിച്ച് നോക്ക്. പക്ഷെ ഇപ്പോഴും അത് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഒരു ശ്രമം നടന്നുണ്ടെങ്കിൽ MVR-നോട് മാപ്പ് പറയേണ്ടി വരും. അല്ല, അതിപ്പോ മാപ്പ് പറയാണ് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ മാപ്പ് പറയാനേ സമയമുള്ളൂ. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ മാപ്പ് പറയാൻ ഇവർക്ക് സമയമുള്ളൂ. തെറ്റുകൾ തിരുത്തുക, വീണ്ടും തിരുത്തുക, എന്നിട്ട് പിന്നെയും പറയും ഏറ്റവും നിശ്ചയദാർഢ്യമുള്ള നേതാവാണ് പിണറായി എന്ന് പറയുകയും ചെയ്യും. ഡെയിലി പറഞ്ഞൊരു തിരുത്തി പറഞ്ഞ് മാപ്പ് പറയുക എന്നുള്ളൊരു ജോലി ഒരു വശത്ത്, മറുവശത്ത് നിശ്ചയദാർഢ്യമുള്ള നേതാവാണെന്ന് പറയുക. അപ്പൊ അങ്ങനത്തെ പേരൊക്കെ ഉണ്ട്. ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടിക്ക് സംഭവിക്കാൻ പോകുന്നത് നമ്മൾ കാണാതെ പോകരുത്. കുഞ്ഞാലിക്കുട്ടി ഇപ്പോഴത്തെ പശ്ചാത്തലത്തിൽ പിണറായി
പിണറായി വിജയനുമായി ബന്ധപ്പെടാൻ തീരുമാനിച്ചാൽ അത് കുഞ്ഞാലിക്കുട്ടിക്ക് ഏകപക്ഷീയമായി അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പറ്റണമെന്നില്ല. കുഞ്ഞാലിക്കുട്ടിയുടെ ഒപ്പം എല്ലാവരും നിൽക്കണം എന്നില്ല. ET മുഹമ്മദ് ബഷീർ, അഹമ്മദ് കബീർ, ഒരു പറ്റ ആൾക്കാരുണ്ട്. അത്യാവശ്യം വന്നാൽ കുഞ്ഞാലിക്കുട്ടിയുടെ ഈ നീക്കത്തിനെ പരസ്യമായി എതിർക്കാനും തള്ളിപ്പറയാൻ തയ്യാറുള്ളവരുണ്ട്. അത് മണ്ഡലം ഗ്രൂപ്പും മാണിയായിട്ട് പടർന്ന പോലെ ലീഗിലെ കാര്യമായ ഒരു പിളർപ്പിലേക്കാണ് അത് പോകുന്നത്. അങ്ങനെ ഒരു നീക്കം ഉണ്ടായി. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ലീഗിന്റെ കെട്ടുറപ്പ് പിണറായി വിജയന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന കുഞ്ഞാലിക്കുട്ടി അല്ലെ ലീഗ് എന്ന് പറയുമ്പോൾ ലീഗ് കേരള കോൺഗ്രസിൽ ഉണ്ടായതിന് സമാനമായ പിളർപ്പുകളിലേക്കാണ് പോകുന്നത്. പിന്നെ രണ്ടാമത്, ഇവിടെ കോൺഗ്രസ് അവഗണിക്കാൻ വല്ലാത്ത ശക്തിയാണ് പാർലമെന്റ് ഇലക്ഷനിൽ ലീഗ് മനസ്സിലാക്കി കഴിഞ്ഞു. എന്നിട്ടും കുഞ്ഞാലിക്കുട്ടി മറിച്ചാണ് ചിന്തിക്കുന്നെങ്കിൽ അതിന് മറ്റു പല കാരണങ്ങളുണ്ട്, ഒത്തിരി കാരണങ്ങളുണ്ട്. കഴിഞ്ഞ ഒരു 10-15 വർഷം അല്ലെങ്കിൽ 10-20 വർഷം കേരള രാഷ്ട്രീയത്തിലെ ചലിപ്പിച്ച് നിയന്ത്രിച്ചത് 3 പെൺപിള്ളേരാണ്: സ്വപ്ന സുരേഷ്, സരിത, റെജീന. ഈ പെണ്ണുങ്ങൾ കേരള രാഷ്ട്രീയത്തിലുണ്ടാക്കിയ ചലനം ചെറുതല്ല. അപ്പൊ അത്തരം ഒരു പശ്ചാത്തലത്തിലേക്ക് ഈ ആയുധങ്ങളെല്ലാം വീണ്ടും ഒരിക്കൽ കൂടി പുറത്തെടുക്കപ്പെടും. അത് കുഞ്ഞാലിക്കുട്ടി ഇഷ്ടപ്പെടുവോ? കുഞ്ഞാലിക്കുട്ടിക്ക് അത്ര വിചാരിച്ചാൽ പോലും അത്ര പെട്ടെന്ന് ഇങ്ങോട്ട് മാറാൻ പറ്റില്ല. പിണറായി വിജയൻ പുറത്തെടുത്താൽ ചിലവാകില്ല. കാരണം ഇനി അവർ പ്രതിപക്ഷത്ത് ഇത്രയും നാൾ ഇരുന്നിട്ട് ഇനി എടുത്ത കാര്യമില്ല. പക്ഷേ കോൺഗ്രസിനെ പുറത്തെടുക്കാം. നാളെ ഈ കേരള കോൺഗ്രസ് വളർന്ന് തകർന്നതുപോലെ മുസ്ലിം ലീഗ് തകർന്ന ഒരു കാഴ്ച ഉണ്ടാവുമോ? ഇപ്പം ചുരുക്കം പറഞ്ഞാൽ ഒരു ഐസ്ക്രീം പോലെ 100 ഐസ്ക്രീം കേസുകൾ പൊക്കിക്കൊണ്ടുവരാൻ കോൺഗ്രസിന്റെ കയ്യിൽ ഉണ്ടാവും സാർ. കുഞ്ഞാലിക്കുട്ടി എടുക്കുന്ന എല്ലാ തീരുമാനങ്ങൾക്കും പാറ പോലെ ഉറച്ച് പാണക്കാട് കുടുംബം നിൽക്കുന്നുണ്ട്. പാണക്കാട് എടുക്കുന്ന എല്ലാ തീരുമാനങ്ങൾക്കും പിന്നിൽ കുഞ്ഞാലിക്കുട്ടി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് കുഞ്ഞാലിക്കുട്ടി എടുക്കുന്ന തീരുമാനത്തിന് പിന്നിൽ തന്നെ ആയിരിക്കുമല്ലോ അവരുണ്ടാവുക. അത് എന്തെങ്കിലും അങ്ങനെ ഒരു സ്പ്ലിറ്റ് ഉണ്ടായാലും പാണക്കാട് പിന്തുണ ഇല്ലാത്ത ഒരു ഗ്രൂപ്പ് ആയിരിക്കത്തില്ല UDFന്റെ കൂടെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഉണ്ടാവുക അല്ല. അവിടെ നമ്മൾ നോക്കേണ്ടത് ലീഗിന്റെ രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുന്നത് ഗൾഫ് രാഷ്ട്രീയത്തിന് ബന്ധമുണ്ട്. ഗൾഫ് രാഷ്ട്രീയത്തിന് ബന്ധമുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ കാണേണ്ടത് പിണറായി വിജയനും ഗൾഫിലെ UAE ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായിട്ട് വളരെ അടുത്ത ബന്ധം. പിണറായി വിജയന്റെ രാഷ്ട്രീയ ശക്തിയെ ഭയപ്പെട്ടിട്ടാണ് അവർ ചെയ്യുന്നതെന്ന് ആരും വിചാരിക്കും. കാരണം ആകെപ്പാടെ ഇന്ത്യയിൽ 2% അല്ലെങ്കിൽ 3% വോട്ട് കിട്ടുന്ന പാർട്ടിക്ക് ഇത്രയും വില ഗൾഫ് കൊടുക്കേണ്ട ആവശ്യം. പിന്നെ ഉള്ളത് ഒരു സംസ്ഥാന ഗവൺമെന്റിനെ ഉപയോഗിച്ച് നടത്താൻ പറ്റുന്ന സാമ്പത്തിക ഇടപാടിൽ ലാഭം പ്രതീക്ഷിക്കുന്ന ഒരു പറ്റ വ്യവസായികളോടെ കാണും. അവർ തന്നെയാണ് പിണറായി വിജയനെ നിയന്ത്രിക്കുന്നത്, കുഞ്ഞാലിക്കുട്ടിയെ നിയന്ത്രിക്കുന്നത്. ഏതാനും കോൺഗ്രസ്സുകാരെ നേതാക്കന്മാരെ ആ പ്രഷർ വരുമ്പോൾ പണക്കാട് തങ്ങൾക്കും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞിടത്ത് നിൽക്കേണ്ടി വരും. പക്ഷെ മറിച്ച് ആ പ്രഷറിന് വഴങ്ങേണ്ടാത്ത കുറേ ആൾക്കാരുണ്ട്. അവർ സ്റ്റേണായിട്ട് നിന്നാൽ ലീഗിലെ സാധാരണ അണികൾ ഉറപ്പായിട്ടും പറയാം, പഴയ പോലെ കുഞ്ഞാലിക്കുട്ടിയോട് ഈവൻ തങ്ങളുടെ പുറകെ പോലും പോവില്ല. അവർ കോൺഗ്രസ് മുന്നണിയോട് ഇത്രയും കാലം ഈ 10 വർഷക്കാലം അധികാരമില്ലാതെ കഷ്ടപ്പെടാൻ തയ്യാറാണ് മുസ്ലിം ലീഗിൻ്റെ സാധാരണ അണികൾ. ഇവരുടെ പുറകെ പോകണമെന്നില്ല. ഒരു വിഭാഗം PJ ജോസഫ് ഗ്രൂപ്പ് നിന്ന പോലെ കോൺഗ്രസിൻ്റെ കൂടെ നിന്നാൽ തകർച്ച ലീഗിന് മാത്രം. ലീഗിൻ്റെ തകർച്ച അവിടെ ഉണ്ടാകും. CPI ആ മുന്നണിയിൽ പോവുകയും കൂടെ ചെയ്താലും CPI പോയത് കൊണ്ട് LDFന് ഭരണം കിട്ടാതിരിക്കത്ത സാധ്യതയൊന്നുമില്ല. ലീഗ് അങ്ങോട്ട് ചെല്ലുകയാണെങ്കിൽ അത് CPM ഗുണം തന്നെയുള്ളൂ. മലബാർ ഏരിയയിലെ അവരുടെ ഒരു പിന്തുണയോടുണ്ടെങ്കിൽ ശക്തമായ ഒരു തേരോട്ടം CPM നടത്താൻ കഴിയുമെന്ന് ഏത് നിരീക്ഷകർക്കും മനസ്സിലാക്കും. മുസ്ലിം ലീഗിന്റെ ഒരു ചെറിയ ഭാഗം ചെന്നാൽ പോലും അത് LDFന് വളരെ വലിയ നേട്ടമായിരിക്കും ഉണ്ടാകുക. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഭരണമില്ലാതെ ഒരു 10 വർഷം കഴിഞ്ഞത് തന്നെ നമുക്ക്, എന്നിട്ടും അവരിങ്ങനെ നിൽക്കുന്നത് തന്നെ വിശ്വസിക്കാൻ കഴിയാത്ത, ഇനി ഒരു 5 വർഷം കൂടെ ക്ഷമിക്കാൻ അവർ തയ്യാറാവുമോ സാർ? അതുകൊണ്ട് എന്തായാലും അവര് LDF ആണ് ജയിക്കാൻ സാധ്യത എന്ന് തോന്നിയാൽ അങ്ങോട്ടും, UDF ആണെങ്കിൽ അവിടെയും നിൽക്കുകയും ചെയ്യും. പക്ഷെ LDF ചെന്നാൽ UDFലെ വട്ടം കളിപ്പിക്കുന്നത് പോലെ, UDFലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് പോലെ മുസ്ലിം ലീഗിനോടെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കാമെന്നും മുഖ്യമന്ത്രിയെ തീരുമാനിക്കാമെന്നും പാർട്ടി സെക്രട്ടറി ആരാണെന്ന് തീരുമാനിക്കാനൊന്നും പറ്റെന്ന് വരത്തില്ല. പക്ഷെ കോൺഗ്രസിൽ ഇവർ കൊടുക്കുന്ന ലിസ്റ്റ് അനുസരിച്ച് മാത്രം കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആകുകയും ഇവർ കൊടുക്കുന്ന ലിസ്റ്റിൽ നിന്ന് മാത്രം മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുകയൊക്കെ ചെയ്യുന്ന സംഭവം ഇവിടെ UDFിലുണ്ട്. പക്ഷെ ആ സ്വാതന്ത്ര്യമൊന്നും LDF കിട്ടത്തില്ല. അതുകൊണ്ടാണ് ലീഗിലെ ഇടത്തരം നേതാക്കളും താഴെത്തട്ടിലുള്ളവരും യാതൊരു കാരണവശാലും ഇടതുപക്ഷ മുന്നണിയിലേക്ക് പോകാൻ തയ്യാറായില്ല. അല്ലെങ്കിൽ ഒരു പരിസ്ഥിതിയിലും UDF ജയിക്കില്ല എന്നൊരു ധാരണ ഉണ്ടായെങ്കിൽ ഇപ്പോൾ UDF തന്നെ ജയിക്കാൻ പോകുന്നൊരു ധാരണ നിലനിൽക്കുന്ന സാഹചര്യമായിട്ടുള്ളത്. ആ സാഹചര്യം ഉള്ളപ്പം കുഞ്ഞാലിക്കുട്ടി ചേർത്ത് നിൽക്കും. അതുകൊണ്ട് തന്നെയാണ് ചേർത്ത് നിൽക്കുന്നത്. ലീഗിന്റെ കാര്യം പറയുമ്പോൾ ഒറ്റ കാര്യം ആലോചിച്ചു. 8-10 വർഷം മുമ്പ് DIC പറഞ്ഞ് കരുണാകരൻ പുറത്തുപോയി. DIC ഇടതുപക്ഷ മുന്നണിയുമായി ഇവിടുത്തെ ലോക്കൽ ബോഡി ഇലക്ഷൻ മത്സരിച്ചു. DIC ഇടതുപക്ഷ സഖ്യം വിജയിക്കുകയാണ് ചെയ്തത്. അതിന്റെ കാരണം ആ വിജയം കണ്ടപ്പോൾ DICയെ മുന്നണിയിലെടുക്കുന്നതിനെതിരായിട്ട് 2 പേര് വന്നു. ഒന്ന് അച്യുതാനന്ദനും പിന്നെ CPIയുമാണ്. കാരണം പിണറായി വിജയനുമായി ബന്ധപ്പെട്ടാണ് DIC നിന്നിരുന്നത്. അങ്ങനെ ഒരു വ്യവസ്ഥയിൽ DICയെ ചേർത്ത് കഴിഞ്ഞാൽ നട്ടം ആർക്കാവും? ഇവർക്കാകും എന്നുള്ള തിരിച്ചറിവാണ്. അതുപോലെ മുസ്ലിം ലീഗിനെ കൊണ്ടുവരുന്ന കാര്യത്തിലും എതിർപ്പുകൾ ഉണ്ടാകും. പാർട്ടിക്കകത്തുനിന്നുണ്ടാവും, ഘടകകക്ഷികളിൽ നിന്നുണ്ടാവും. CPIയുടെ ഭാഗത്തുനിന്ന് മാത്രമേ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. കാരണം എത്രമാത്രം ചേറുവാരി എറിഞ്ഞാലും മുസ്ലിം ലീഗിന് കേരള രാഷ്ട്രീയം LDF ഭരിക്കണോ UDF ഭരിക്കണോ എന്ന് തീരുമാനിക്കാൻ, കേരളത്തിന്റെ ഭരണം മാറ്റാനും ഉള്ള കഴിവുള്ളവർ തന്നെ. താങ്കൾ ഇപ്പോൾ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. വേണമെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനം ഓഫർ ചെയ്യാൻ തയ്യാറാകുമ്പോൾ
ഒരു കാര്യം ഓർക്കുക, കുഞ്ഞാലിക്കുട്ടിയുടെ മനസ്സിലൊരു മോഹം കാണില്ലേ, ഇത്രയും വർഷം രാഷ്ട്രീയമായില്ലേ. അപ്പം ഇപ്പോഴില്ലെങ്കിൽ പിന്നെ ഇല്ല. അപ്പം അങ്ങനെ ആ കുഞ്ഞാലിക്കുട്ടി ആ പ്രലോഭനത്തിന് വഴങ്ങിക്കൂടായില്ല. ഇപ്പോഴത്തെ മുസ്ലിം ലീഗ് പറയുന്ന രീതിയിൽ പണക്കാട് തങ്ങളിൽ പോലും ഒരു പരിധി വിട്ട് കുഞ്ഞാലിക്കുട്ടിയുടെ ഒപ്പം നിൽക്കാൻ പറ്റുമെന്ന് ഞാൻ കരുതുന്നു. ഇപ്പൊ തന്നെ നമുക്ക് പറയാൻ പറ്റും, വി ഡി സതീശന്റെ രാഷ്ട്രീയത്തിലുള്ള എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ആണ് വി ഡി സതീശൻ ഉള്ളത്, എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ആണ് കുഞ്ഞാലിക്കുട്ടിക്കുള്ളത്. വി ഡി സതീശൻ മുഖ്യമന്ത്രി ആയിരിക്കുന്ന ഒരു ഭരണസമിതിക്കകത്ത് വി ഡി സതീശന് താഴെ കുഞ്ഞാലിക്കുട്ടി ആഭ്യന്തരമന്ത്രിയോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രിയോ ഒക്കെ ആയി ഇരിക്കേണ്ടി വരുന്ന അവസ്ഥ കുഞ്ഞാലിക്കുട്ടിക്ക് സഹിക്കാൻ കഴിയുമോ? അതിന് ഈഗോ ആയിട്ടൊന്നും കാണേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തിന് അങ്ങനെ ചിന്തിക്കാമല്ലോ, ആരായാലും ചിന്തിച്ചു പോകുന്നതല്ലേ. ഉറപ്പായിട്ട് ചിന്തിക്കും. അപ്പോൾ ആ ചിന്തയെ പ്രോത്സാഹിപ്പിക്കാനുള്ള ഘടകങ്ങൾ പുറത്തുണ്ട് വേണമെങ്കിൽ. പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്ന പ്രായോഗിക സാഹചര്യം എൻ്റെ വിലയിരുത്തൽ ഞാൻ പറയുന്നത്, ജയിക്കാനുള്ള സാധ്യത, ഭയങ്കരമായി ജയിക്കാനുള്ള സാധ്യത യു ഡി എഫിനാണ്. അപ്പം അങ്ങനെ ഒരു സാധ്യത നിൽക്കുമ്പോൾ കോൺഗ്രസിന് 55-60 സീറ്റ് കോൺഗ്രസിനൊപ്പം കിട്ടാമെന്നുണ്ടെങ്കിൽ ലീഗ് മുഴുവൻ പോകില്ല. അത്രയും സീറ്റ് കോൺഗ്രസിന് കിട്ടുമോ എന്നുള്ള ചോദ്യമുണ്ട്. അത് തർക്ക വിഷയമാണ്. അത് നമുക്ക് പിന്നീട് ഓരോ നിയമങ്ങളും വെച്ച് നമുക്ക് സംസാരിക്കാം. പക്ഷേ പ്രതീക്ഷിക്കുന്ന അപ്പുറത്തേക്ക് കോൺഗ്രസിന് നേട്ടം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ പോലും നമ്മൾ ഈ പറയുന്ന പെർമുട്ടേഷൻ കോമ്പിനേഷനിൽ ലീഗിന് പോകാൻ പറ്റില്ല. അങ്ങനെ വരുമ്പോൾ ഉറപ്പായിട്ടും ലീഗ് അപ്പുറം പോവാണ്, CPI ഇപ്പുറം പിടിക്കും. പിന്നെ ആരാ ഉള്ളതെന്ന് CPM-ന്റെ കൂടെ ലീഗിന്റെ ഒരു കഷ്ണവും CPM കൂടെ മത്സരിച്ചാൽ എങ്ങനെ ഇരിക്കും? ഹൈന്ദവ വോട്ടുകൾ ഈ ഒറ്റ കാരണം കൊണ്ട് CPM-ന് വിട്ടുപോകും. നേട്ടം കൂടുതൽ BJP-ക്കായിരിക്കും. ഞാൻ ചോദിക്കുന്നത്, പിണറായി വിജയന്റെ ഭരണത്തെ സംബന്ധിച്ച് അങ്ങനെ ഒരു ഭരണപരാജയം ഒന്നും ചൂണ്ടിക്കാണിക്കാൻ ഇനിയും അവർ പൊക്കിക്കൊണ്ടുവരാൻ കഴിയില്ല. കാരണം ഈ 10 വർഷത്തെ ഭരണത്തിൽ അവർ നടത്തിയ സമരങ്ങളുടെ എണ്ണം പരിശോധിക്കുമ്പോൾ നിങ്ങളൊക്കെ ഈ പിണറായി വിജയന്റെ ഭരണത്തിൽ തൃപ്തരായിരുന്നില്ലേ എന്ന് ചോദിച്ചാൽ അവർക്കൊന്നും മറുപടി പറയാൻ കഴിയില്ല. കരുണാകരന്റെ കാലത്തൊക്കെ നായനാരൊക്കെ ഭരിക്കുമ്പോൾ കൃത്യമായി വിഷയങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും സമരം കൊടുമ്പിരി കൊള്ളുകയും ചെയ്യുന്ന അവസരം ഉണ്ടായിരുന്നു. പക്ഷേ ഈ UDF അങ്ങനെ ഒരു ഭരണപരാജയം ചൂണ്ടിക്കാണിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. ഇനി ഇലക്ഷന് ഇനി എന്തെല്ലാം കെട്ടിപ്പൊക്കിക്കൊണ്ട് വന്നാലും അതൊന്നും വില പോകുമെന്നും തോന്നുന്നു. എന്റെ ഒരു വിലയിരുത്തൽ ഞാൻ പറഞ്ഞതാണ്, തോന്നുന്നില്ല. എത്രയോ കേന്ദ്ര അന്വേഷണ സംഘങ്ങൾ ഇവിടെ കയറി ഇറങ്ങിയിട്ട് പോലും അദ്ദേഹത്തിന് ചെറിയ കരുതലിൽ പോലും വീഴ്ത്താൻ കഴിയാതെ ഇരുന്ന അവസ്ഥയുണ്ട്. പിന്നെ ഭരണപരാജയം ഇല്ല എന്ന് പറയുന്നത്, പിന്നെ ശശി തരൂരിനെ പോലെ ഉള്ളവര് ഇവരുടെ ഭരണം വ്യാവസായികമായി മുന്നേറുന്ന രീതിയിലുള്ളതാണ് എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ LDF-ന് ഗുണമാകില്ലേ? അങ്ങനെ വരുമ്പോൾ UDF-ന് അത്ര വലിയ പ്രതീക്ഷ വെച്ചു പുലർത്താൻ പറ്റുമോ? LDF-ന് ഗുണമായാലും ഇല്ലെങ്കിലും LDF-ന്റെ ഗുണം അല്ലെ പിണറായി വിജയന്റെ മെറിറ്റ് പറയുമ്പോൾ പ്രകടമായി നമ്മളെ കാണിച്ചു തരാൻ പറ്റുന്ന ഒരു മെറിറ്റും ഇല്ല. പിന്നെ എതിർപ്പില്ലായ്മയാണ് അംഗീകാരമെങ്കിൽ അത് UDF-ന്റെ ഭാഗത്ത് ഗണ്യമായ തകരാറുണ്ടായിട്ടുണ്ട്, ഭയങ്കരമായ തകരാറ്. അതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ നിങ്ങൾ ഏതെങ്കിലും രംഗത്ത് കുഞ്ഞാലിക്കുട്ടിയെ സജീവമായ സമരത്തിൽ കണ്ടിട്ടുണ്ടോ? ഒന്ന് പോയി എന്നുള്ളതല്ലാതെ മുസ്ലിം ലീഗും ഈ കോൺഗ്രസുമായിട്ട് യോജിച്ച് സമരം നടത്തേണ്ട, ഈവൻ ഒരേ വിഷയത്തിൽ പോലും MSF ഒരു വഴിക്ക് പോവും, യൂത്ത് കോൺഗ്രസ് ഒരു വഴിക്ക് പോവും. ആ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. യോജിച്ച് താഴെത്തട്ടിലേക്ക് ഒരു സമരം ഏക്കും താഴെത്തട്ടിലേക്ക് കൊണ്ടുവരാൻ നോക്കിയിട്ടില്ല. നോക്കാനുള്ള എല്ലാ ശ്രമത്തെയും കുഞ്ഞാലിക്കുട്ടി പരാജയപ്പെടുത്തിയിട്ടുണ്ട്. കാരണം എന്താ? ഒരു പരിധി വിട്ട് പിണറായി വിജയനെ ആക്രമിക്കാൻ കുഞ്ഞാലിക്കുട്ടി ഇഷ്ടപ്പെടുന്നില്ല. അതിന് ഒന്നുകൂടെ കൃത്യമായ ഉദാഹരണം പറഞ്ഞാൽ, സുധാകരൻ KPCC പ്രസിഡന്റായി വന്ന ശേഷം ഡൽഹിയിൽ സന്ദർശിച്ച വഴിക്ക് ഡൽഹിയിലെ പത്രക്കാർ പിണറായി വിജയനെ പറ്റി ചോദിച്ചപ്പോൾ ഉറപ്പായിട്ട് പറഞ്ഞു, അയാളെ പോലൊരുത്തിനെ പറ്റി സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പിണറായി വിജയനെ വളരെ അപഹസിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോൾ ഇവിടെ കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം അതല്ല, അത്രയും മോശമായിട്ട് മുഖ്യമന്ത്രിയെ കുറിച്ച് പറയണ്ടായിരുന്നു എന്നാണ്. മുഖ്യമന്ത്രിക്കാരെ കുറിച്ച് എന്താ മോശമായിട്ട് പറയാം, പക്ഷേ നമ്മൾ അങ്ങോട്ട് പറയാൻ പാടില്ലായിരുന്നു എന്നാണ് കുഞ്ഞാലിക്കുട്ടി നിലപാട്. എന്താ കാണിക്കുന്നത്? അന്തർധാര എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രോങ് അന്തർധാരയാണ്. പക്ഷെ അത് അന്തർധാരയല്ല, അത് ഐസ്ക്രീം പാർലറിലോട്ട് തുടങ്ങും, അവിടെ തിരിക്കാൻ തുടങ്ങിയാൽ ഒരുമിച്ച് അവിടുന്ന് അത് ഇങ്ങോട്ട് വരികയാണ്. മുസ്ലിം ലീഗിന്റെ കൈകാലിട്ടടി അധികാരത്തിനുള്ള വടംവലി. മര്യാദയ്ക്ക് UDF-ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കാമെങ്കിൽ മന്ത്രിസ്ഥാനം കിട്ടുമെന്ന് അറിയത്തില്ല, എന്നാൽ പോലും മാന്യമായ മന്ത്രിസ്ഥാനം കിട്ടി പെസിഫൈങ് ഫോഴ്സ്, മുസ്ലിം വർഗീയതയെ പിടിച്ചു നിർത്തിയ ഒരു ശക്തി എന്നുള്ള പേര് മുസ്ലിം ലീഗിന് ഇന്ത്യ മുഴുവനുണ്ട്. ആ പേര് ഇനി നിലനിർത്താൻ പറ്റും. അത് കുഞ്ഞാലിക്കുട്ടി അതുകൊണ്ട് കളയുവോ എന്നുള്ളതാണ് സംശയം. നമുക്ക് ഈ ചർച്ച കൺക്ലൂഡ് ചെയ്യുമ്പോൾ പറയാനുള്ളത്, മുസ്ലിം ലീഗിന്റെ ശക്തി, നിർണായകമായ ശക്തി തന്നെയാണ് കേരള രാഷ്ട്രീയത്തിൽ. അവർ തീരുമാനിക്കുന്നത് പോലെ തന്നെ ഇടതുപക്ഷത്തെ ഭരിപ്പിക്കാനും വലതുപക്ഷത്തെ ഭരിപ്പിക്കാനും അവർക്ക് കഴിയും. പക്ഷേ കുഞ്ഞാലിക്കുട്ടിക്ക് മുസ്ലിം ലീഗിന്റെ അണികളെയും അവരുടെ നേതാക്കന്മാരെയും എല്ലാം ഒരു ചരടിൽ കോർത്ത് കൊണ്ടുവരാൻ കഴിയുമോ എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ഉള്ളത്. അങ്ങനെ കഴിഞ്ഞാൽ അത് വൻ വിജയമായിട്ട് അവർക്ക് ആഘോഷിക്കാൻ കഴിയും. മാത്രമല്ല, ഇനി ഒരു 5 വർഷം കൂടെ ഭരണമില്ലാതിരുന്നാൽ ഈ നേതാക്കന്മാർക്ക് മാത്രമല്ല അണികൾക്കും അത് സഹിക്കാൻ കഴിയില്ല. എന്തായാലും കാത്തിരുന്ന് കാണാം. മുസ്ലിം ലീഗിന്റെ ആ ഒരു സംഘടനാപരമായിട്ട് അവരെ നേതാക്കന്മാരെയും അണികളെയും ഒരു കുടക്കീഴിൽ നിർത്തി കൊണ്ടുപോകാൻ കഴിയുമെങ്കിൽ കഴിയും, അല്ലെങ്കിൽ പാർട്ടി രണ്ടാകേണ്ടി വരും. കേരള കോൺഗ്രസിന്റെ കാര്യം കൊണ്ട് പറയാറുണ്ടായിരുന്നു, വളരും തോറും പിളരുകയും പിളരും തോറും വളരുകയും ചെയ്യുന്ന പാർട്ടിയാണെന്ന് പറയുന്നത് പോലെ. പിളർന്നാലും അവർക്ക് രണ്ടുപേർക്കും ക്ഷീണം ഉണ്ടാവില്ല. UDF-ൽ നിന്ന് അവർ നിന്നുകൊണ്ട് UDF-ന്റെ ഭാഗത്തു നിന്ന് ഒരു കുറെ സീറ്റുകൾ നേടിയെടുക്കും, LDF-ന്റെ ഭാഗത്തു നിന്ന് അവർ നേടിയെടുക്കും. അപ്പോഴും ഈ നിയമസഭയിലെ അംഗങ്ങളുടെ എണ്ണത്തിലൊന്നും വലിയ കുറവ് ഈ രണ്ടുപേരും കൂടെ കൂട്ടിയാൽ കുറയാനും പോകുന്നില്ല എന്നാണ് എൻ്റെ വിലയിരുത്തൽ. ഏതായാലും നമ്മൾ അടുത്ത ഒരു വിഷയം ചർച്ച ചെയ്യാം. ഈ വിഷയങ്ങൾ, നിങ്ങളുടെ കമന്റുകൾ ഞങ്ങൾക്ക് പ്രചോദനമാണ്. നന്ദി, നമസ്കാരം.